ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് അഥവാ HMPV ചൈനയിൽ വ്യാപിക്കുന്നുവെന്ന് വാർത്താ ഏജൻസികൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ചൈന അക്കാര്യം നിഷേധിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന ഇത് സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം WHO ഇക്കാര്യമൊന്നും അറിയിച്ചിട്ടില്ല ചൈന. തണുപ്പ് കാലത്ത് സ്വാഭാവികം HMPV അണുബാധയും മറ്റും ശ്വാസകോശ രോഗങ്ങളും സാധാരണയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് HMPV എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. കാരണം ഈ വൈറസും കുറച്ച് അപകടകാരിയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരികയാണ്. ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് അഥവാ HMPV. ചുമ, പനി, ശ്വാസം മുട്ടൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. സാധാരണഗതിയിൽ അപകടകാരിയൊന്നുമല്ല ഈ വൈറസ്. മഞ്ഞുകാലത്തെ HMPV ബാധ സ്വാഭാവികമാണ്. എന്നാൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളിലും 65 വയസ്സിന് മേൽ പ്രായമുള്ളവരിലും രോഗം കടുക്കാനിടയുണ്ട്. സാധാരണഗതിയിൽ അപ്പർ റെസ്പിറേറ്ററി അണുബാധയ്ക്ക് കാരണമാകുന്ന ഈ രോഗം ചിലപ്പോൾ ന്യൂമോണിയ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിനും കാരണമാകാറുണ്ട്. ആദ്യമായി HMPV വൈറസ് ബാധ ഉണ്ടാകുന്ന കുട്ടികളിൽ ചിലപ്പോൾ ഇത് ഗുരുതരമാകാറുണ്ട്. എന്നാൽ ഒരു തവണ ബാധിച്ചവർക്ക് ഇതിനെതിരെ പ്രതിരോധശേഷിയുണ്ടാകും. കുട്ടികളിലുണ്ടാകുന്ന 10 മുതൽ 12% വരെയുള്ള ശ്വാസകോശ രോഗങ്ങളെല്ലാം HMPV മൂലമാണ് ഉണ്ടാകുന്നത്. 5 മുതൽ 16% കുട്ടികളിൽ മാത്രമേ ന്യൂമോണിയ സാധ്യതയുള്ളൂ. ബ്രോങ്കൈറ്റിസും ആസ്മയും ചെവിയിൽ അണുബാധയും ഉണ്ടാകാം. HMPV ബാധിച്ചവരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസുള്ള വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെയോ രോഗം പകരാം. നിലവിൽ HMPV ചികിത്സിക്കുന്നതിനുള്ള ആന്റിവൈറൽ മരുന്നുകൾ ഇല്ല. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്ക് കഴുകുകയോ സാനിറ്റൈസർ ഉപയോഗിക്കുകയോ ചെയ്യുകയാണ് വൈറസിനെ നശിപ്പിക്കാൻ നല്ലത്. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണം. നേരിയ രീതിയിലുള്ള HMPV കേസുകൾ 2-3 ദിവസം മുതൽ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം. ചുമ മാറാൻ പക്ഷേ സമയമെടുക്കും. റിസർച്ച് ഡെസ്ക് 24. ഈ വൈറസിൻ്റെ ഘടനയെക്കുറിച്ചോ മറ്റു വിവരങ്ങളെക്കുറിച്ചോ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. HMPV വൈറസ് അണുബാധയുണ്ടാക്കും, ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ വാർത്ത പരക്കുന്നു. ഈ വിദേശ മാധ്യമ ഏജൻസികളൊക്കെ തന്നെ ഈ വാർത്ത സ്ഥിരീകരിക്കുമ്പോൾ ചൈന ഇതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നു, മൗനം പാലിക്കുന്നു. ലോകാരോഗ്യ സംഘടനയും ഈ വാർത്തയെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് പുറത്തു പറഞ്ഞേ പറ്റൂ. കാരണം ഇത് മറ്റു നാടുകളിലേക്കൊക്കെ വ്യാപിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രതിരോധ നടപടികൾ WHO ഭാഗത്തുനിന്നുണ്ടാകണം.